ഹലോ, അപ്പോൾ നമുക്കിന്ന് കോളേജിൽ നിന്ന് ബോട്ടണിയുടെ രണ്ടാമത്തെ ട്രിപ്പാണ്, ഫീൽഡ് ട്രിപ്പ്. അപ്പോൾ നമ്മൾ നേരെ ബസ് കയറാൻ പോകുന്നത്. 8 മണിയൊക്കെ ആയി. നമുക്ക് ബസ് കയറിയിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ വോയിസ് റെക്കോർഡാണ് കൊടുക്കുന്നത്. കാരണം ബസ്സിലെ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വോയിസ് എടുത്ത് കേൾക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുന്ന് വണ്ടി എടുത്തു. കാഞ്ഞിരപ്പള്ളിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നെ ബസ്സൊക്കെ അറ്റൻഡൻസ് കഴിഞ്ഞ് പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ. വെയിലും കാര്യങ്ങളാണ് നമ്മൾ കുടയും ചൂടി നടക്കുന്നത്. എല്ലാവരും മുമ്പേ പോകുന്നുണ്ട്. മിറാക്കിൾസ് അതിൻ്റെ പഴുത്ത് നിൽക്കുന്നുണ്ടോ? നിങ്ങൾ ലാസ്റ്റ് വരും. 2 ഉണ്ട്. മിറക്കിൾ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താ അറിയോ? കാണിച്ചോണ്ട് പറിക്കരുത്. ഇത് എനിക്കിതിന്റെ ടേസ്റ്റ് പറ്റത്തില്ല. ഇത് ഇപ്പോഴേ കഴിക്കില്ല, നമ്മൾ ചോറുണ്ണുമ്പോഴത്തേക്ക് മധുരിക്കും. പിന്നെ നമുക്ക് കുറച്ച് നേരം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സും കാര്യങ്ങളും അല്ല, ഫാമിങ്ങിലെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ കുറിച്ചും ബഡ്ഡിങ് ചെയ്യുന്നതും ഗ്രാഫ്റ്റിങ് ചെയ്യുന്നതും അതിൻ്റെ പ്ലാന്റ്സ് വരുന്ന ഡിസീസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുത്തു തന്നെ. കുറേയേറെ പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവർ തന്നു. നല്ല രസമായിരുന്നു ക്ലാസ് കേൾക്കാൻ. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇവർ നമുക്ക് പറഞ്ഞു തന്നത്. ഒരു 100 കണക്ക് ഏക്കർ തന്നെ ഉണ്ട് ഇവിടെ. അവിടെ എല്ലാം നല്ല രസമാണ് കാണാൻ. പല തരത്തിലുള്ള പ്ലാന്റ്സ്, അത് ബഡ് ചെയ്ത് വെച്ചേക്കുന്നു, ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു, ലെയറിങ് ചെയ്ത് വെച്ചേക്കുന്നു. അത് നമ്മൾ ബഡ് ചെയ്യിക്കുന്നതാണ് കാണിക്കുന്നത്. ബഡ് ചെയ്യിക്കുന്നത് കൊണ്ട്, ലെയർ ചെയ്യിക്കുന്നത് കൊണ്ട്, ഗ്രാഫ്റ്റിങ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ട് നിൽക്കാൻ രസമായിരുന്നു. നമുക്കവർ മനസ്സിലാക്കി തന്നു. പേരമരവും വേറൊരു ചെടിയും കൂടെ ഒരു ബഡ് ചെയ്ത് നമ്മൾ കാണിച്ചു തന്നു. അത് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഇവർ വെറൈറ്റി ആയിട്ട് ബഡ് ചെയ്ത് നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ തന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു എല്ലാത്തിനും. പിന്നെ നമുക്കൊരു 300 ഏക്കർ നടക്കാനുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു ഇവിടെ എല്ലാം കാണാൻ. ഈ ചെടി ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് തേയിലത്തോട്ടത്തിൽ പോയപ്പോൾ ഒരു ഫീൽ തോന്നി. കാരണം എനിക്ക് എന്തോരം രസമാണ് കാണാൻ, പച്ചപ്പ് ഇങ്ങനെ പിടിച്ചിടക്കുന്നത്. നമുക്കൊരു നേരം അവിടെ നടന്ന് കണ്ട് കാഴ്ചകളൊക്കെ കണ്ട്. പിന്നെ ഇതിൻ്റെ വളമൊക്കെ ചെയ്യുന്ന ചെടികൾക്ക് വളമൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അവിടെ നമ്മളെ കൊണ്ടവർ കാണിച്ചു. അതിന് മെഷീനും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു. ഇത് ചെടിക്കകത്ത് അത് വളമൊക്കെ ചെയ്തിട്ട് ചെടി നടുന്നതാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് വിൽക്കാൻ, വാങ്ങിക്കാൻ, സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്ന ഇവിടെയാണ്. നമുക്ക് വാങ്ങിക്കാതെ അവർ നമ്മൾ വന്ന സ്ഥലവും കാര്യങ്ങളും എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്ന് നമുക്ക് അവർ കുടിക്കാൻ വെള്ളം തന്നു. മറ്റേ ചെറിയൊരു ഓറഞ്ചില്ലേ, ഓറഞ്ച് ബുഷ് ഓറഞ്ച്, അതിൻ്റെ വെച്ച് ജ്യൂസ് വന്നു. സാധാരണ നമ്മളിതിവിടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു കയ്പ്പ് പുളിയൊക്കെ ഫീൽ ചെയ്യുവേ. പക്ഷെ ഇത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോയി. ബിരിയാണി ആയിരുന്നു നമുക്ക് കഴിക്കാൻ. നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഉച്ച കഴിഞ്ഞ് നമ്മൾ പോയത്. അതും അവിടെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വെറൈറ്റി ടൈപ്സ് ചെടികളും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. ബോഗൺവില്ല തന്നെ വെറൈറ്റി, റോസ് തന്നെ വെറൈറ്റി. പക്ഷെ എല്ലാത്തിനും ഒരുമാതിരി നല്ല റേറ്റാണ്, കാരണം വേറെ കെമിക്കലൊന്നും അവർ ചേർക്കുന്നില്ല. ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ചെടിയാണ്. 2 റോസും ഒരു ജമന്തിയും. പിന്നെ നമ്മൾ വൈപിടിക്കുന്ന കണക്ക് നമ്മൾ തിരിച്ച് പോകുന്ന വഴി തിരിച്ച് വീട്ടിലോട്ട് പോകണം. പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയി.
കോളേജിൽ ചെന്നിട്ട് വീട്ടിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫീൽഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനൊരു 5:15 ആയപ്പോൾ വീട്ടിൽ വന്നു. നല്ല ട്രിപ്പായിരുന്നു. ഇത് സെക്കൻഡ് സെമ്മിൻ്റെ സെക്കൻഡ് സെം തുടങ്ങിയതേ ഉള്ളൂ ഈ മാസം. നേരത്തെ ഒരു ഫീൽഡ് ട്രിപ്പ് വെച്ച് നല്ല സ്ഥലമായിരുന്നു. ഇപ്രാവശ്യം പോയത് നമ്മൾ കാഞ്ഞിരപ്പള്ളിയായിരുന്നു. ഒരു ഫാം വിസിറ്റ് ചെയ്യാൻ, പിന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാനായിരുന്നു. രണ്ടും നല്ല പ്ലേസായിരുന്നു. രണ്ടും പോയി കാണാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാവരും പോയി കാണണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.